അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്തിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 10 ക്ലാസ്സുകളിലൂടെ നമ്മൾ ഈ ആയത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും വളരെ വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഇനി ഇന്ന് ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ട അവസാനത്തെ ഈ ക്ലാസ്സിൽ, അതായത് 11-ാമത്തെ ഈ ക്ലാസ്സിൽ, ഈ ആയത്തിൽ പരാമർശിച്ച മുഴുവൻ കാര്യങ്ങളും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മൊത്തത്തിൽ ഒന്ന് സംസാരിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, നമുക്കറിയാം, സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്തിൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അത് യഹൂദികളെ കുറിച്ചാണ്. അഹ്ലുൽ കിതാബിൽപ്പെട്ട ഈ ആളുകൾ അവർക്ക് ലഭിച്ച പ്രവാചകന്മാരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ, അവർക്ക് പ്രയോജനമായ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ, അവർക്ക് ഉപകാരപ്പെട്ട അറിവുകൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കാതെ, അവർക്ക് ഉപദ്രവമുള്ള കാര്യങ്ങളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ച, അല്ലെങ്കിൽ അവർ നേരിട്ട ഒരു വലിയ പരീക്ഷണമാണ്. സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയത്ത് വിശദീകരിക്കവേ അബ്ദുറഹ്മാൻ അസ്സഹദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഒരാൾ റഹ്മാനായ റബ്ബിനെ ആരാധിക്കുന്നത് ഉപേക്ഷിക്കുന്ന അവസ്ഥയുണ്ടായാൽ ബിംബാരാധനയെ കൊണ്ട് അവൻ പരീക്ഷിക്കപ്പെടുമെന്നാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹവും ഭയവും പ്രതീക്ഷയും ആരെങ്കിലും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോടുള്ള സ്നേഹം കൊണ്ടും അള്ളാഹു അല്ലാത്തവരോടുള്ള ഭയം കൊണ്ടും അള്ളാഹു അല്ലാത്തവരിൽ നിന്നുള്ള പ്രതീക്ഷ കൊണ്ടും അവൻ പരീക്ഷിക്കപ്പെടുമെന്നാണ്. അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും സമ്പത്ത് ചെലവഴിച്ചിട്ടില്ല എങ്കിൽ പിശാചിന്റെ മാർഗത്തിൽ അവൻ സമ്പത്ത് ചെലവഴിക്കും. റഹ്മാനായ റബ്ബിനെ അനുസരിക്കുന്നതിൽ ഒരാൾ ഉപേക്ഷ വരുത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് കീഴൊതുങ്ങുന്ന വിഷയത്തിൽ അവൻ പരീക്ഷിക്കപ്പെടും. അതുപോലെ സത്യത്തെ ആരെങ്കിലും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ബാത്തിലായ കാര്യങ്ങൾ കൊണ്ട് അവൻ പരീക്ഷിക്കപ്പെടുമെന്നാണ്. ഈ രൂപത്തിൽ അള്ളാഹു അവന്റെ അടിമകളെ പരീക്ഷിക്കുമെന്നാണ് സഹോദരങ്ങളെ തഫ്സീർ പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിക്കുകയെ പഠിപ്പിച്ചു തരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. തൗറാത്ത് എന്ന മഹത്തായ ഒരു വേദഗ്രന്ഥം, അത് കയ്യിൽ വച്ചിരുന്ന ആളുകളാണ് യഹൂദികൾ. ശരിയായ രൂപത്തിൽ ആ തൗറാത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ അവർ പരിശുദ്ധ ഖുർആനിലും വിശ്വസിക്കേണ്ടത് അത് അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ യഹൂദികൾ ചെയ്തതെന്താ? അവർ തൗറാത്തിനെ വലിച്ചെറിഞ്ഞ ആളുകളായി മാറുകയാണ്. അതുവഴി പരിശുദ്ധ ഖുർആനിനെ ധിക്കരിച്ച ആളുകളിൽ ഇടം പിടിക്കുകയാണ് ഈ യഹൂദികളുടെ അവസ്ഥ പരിശോധിച്ചാൽ നമുക്ക് അവരെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള വഹീകളെ ധിക്കരിക്കുന്ന യഹൂദികളുടെ സ്വഭാവം അത് വ്യക്തമാക്കിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് സൂറത്തുൽ ബഖറയുടെ ഈ 102-ാമത്തെ ആയത്ത്. സുലൈമാന്റെ രാജവാഴ്ചയെ പറ്റി പിശാചുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നതിനെ അവർ പിൻപറ്റുകയും ചെയ്തു. സഹോദരങ്ങളെ, മനുഷ്യരിലുള്ള ശരിയായ വിശ്വാസവും നല്ല സ്വഭാവങ്ങളും അതെല്ലാം നശിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാ പിശാചുക്കൾ. അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയുടെ വിഷയത്തിൽ അവർ ചെയ്തതെന്താ? സുലൈമാൻ നബി അലൈഹി ഇസ്ലാം രാജാവായതും ജിന്നുകളും പറവകളും കാറ്റുമെല്ലാം അദ്ദേഹത്തിന് സ്വാധീനമായതും അതെല്ലാം കൂടോത്രവും മന്ത്രവാദവും ഉപയോഗിച്ചാണെന്നും സുലൈമാൻ നബി അലൈഹി ഇസ്ലാം വലിയ ഒരു സാഹിറായിരുന്നു, മന്ത്രവാദിയായിരുന്നു എന്ന് പിശാചുക്കളുടെ ഈ ഒരു കുപ്രചരണം സ്വീകരിച്ചുകൊണ്ട് യഹൂദികൾ വളരെയധികം ഈ ഒരു കള്ളപ്രചാരണം ഈ വിഷയത്തിൽ അവർ നടത്തിയിരുന്നു. സിഹിറിന്റെ പണിയുമായി നടക്കുന്ന ആളുകൾ ഇന്നും ഈ ഒരു കുപ്രചരണം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയെ കുറിച്ച് പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സിഹിർ ഉപയോഗിച്ചിരുന്ന ആളായിരുന്നത്രേ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. നഊദു ബില്ലാഹ്. വലിയ ഗുരുതരമായ ആരോപണമാണ് ഈ രൂപത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമക്ക് ഒരു മാന്ത്രിക മോതിരം ഉണ്ടായിരുന്നു
എന്നും ആ മോതിരം മുഖേനയാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയുടെ രാജവാഴ്ച നിലനിന്ന് പോന്നത് എന്നും ഒരിക്കൽ അദ്ദേഹം കക്കൂസിൽ പോയ സമയത്ത് ആ മോതിരം ഊരി അദ്ദേഹം ജോലിക്കാരിയെ കൊടുത്ത് ഏൽപ്പിക്കുകയും പിന്നീട് ഇബ്ലീസ് നബിയുടെ വേഷത്തിൽ വന്നുകൊണ്ട് ആ മോതിരം വാങ്ങിക്കൊണ്ടുപോവുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ രാജവാഴ്ച അവസാനിക്കുകയും ചെയ്തു എന്ന ഒരു കള്ളക്കഥ യഹൂദികൾ പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു. അല്പസ്വല്പ വ്യത്യാസങ്ങളോടുകൂടി ഈ രൂപത്തിലുള്ള കള്ളക്കഥകൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയുടെ പേരിൽ നമ്മുടെ സമുദായത്തിലും സിഹിറിന്റെ പ്രചാരകരായ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നത് ഒരു വാസ്തവമാണ് സഹോദരങ്ങളെ. അങ്ങനെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിയെ കുറിച്ച് ഈ രൂപത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ കഫറ സുലൈമാൻ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കാഫിറായിട്ടില്ല, സത്യനിഷേധം സ്വീകരിച്ചിട്ടില്ല എന്നാണ്. പിശാചിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ഒരാൾക്ക് സിഹിർ ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ടാണ് സിഹിർ ചെയ്യുന്നവൻ കാഫിറായി പോകുന്നത്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഒരിക്കലും തന്നെ സിഹിർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കാഫിറായിട്ടില്ല, സത്യനിഷേധം സ്വീകരിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്ർ, പക്ഷേ മനുഷ്യർക്ക് സിഹിർ പഠിപ്പിച്ചുകൊണ്ട് പിശാചുക്കളാണ് കാഫിറായത്, പിശാചുക്കളാണ് അവിശ്വാസം സ്വീകരിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത്ത്, ബാബിലോണിൽ ഹാറൂത്തും മാറൂത്തും എന്ന രണ്ട് മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതും അവർ പിൻപറ്റി എന്നാണ്. അതായത് പുരാതന നഗരമായിരുന്ന ബാബിലോണിൽ ഹാറൂത്ത് എന്നും മാറൂത്ത് എന്നും പേരുള്ള രണ്ട് മലക്കുകൾ അവർ മനുഷ്യരൂപമെടുത്ത് ജനങ്ങളുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ട് അവർ ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിച്ചിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നമ്മൾ സംസാരിച്ചു. അവിടെ എന്താ സംഭവിക്കുന്നത്? സിഹിറും മൗജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ മലക്കുകൾ സിഹിർ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചെയ്തത് ഒരു കുഫ്റിന്റെ പ്രവർത്തനമായിരുന്നില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഇക്കാര്യം നമുക്ക് വ്യക്തമാക്കി തരികയാണ്. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ, ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രമാണ്, അതിനാൽ നീ അവിശ്വസിച്ചു പോകരുത്, നീ കാഫിറായി പോകരുത് എന്ന് പറയാതെ ഒരാൾക്കും അവർ രണ്ടാളും പഠിപ്പിച്ചിരുന്നില്ല എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് ജനങ്ങൾ സിഹിർ പഠിക്കാൻ വേണ്ടി ഈ മലക്കുകളുടെ അടുക്കലേക്ക് ചെന്നാൽ അവർ ജനങ്ങളോട് പറയും, നിങ്ങൾ ഇതൊരിക്കലും പഠിക്കരുത്, ഞങ്ങൾ ഇത് പഠിപ്പിക്കുന്നു എന്നല്ലാതെ ഇതുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കാറില്ല, അതിന് ഞങ്ങൾ അനുവാദം നൽകില്ല, അതുകൊണ്ട് തന്നെ മനുഷ്യൻ കാഫിറായി പോകുന്ന ഈ ഒരു പ്രവൃത്തിയാണ് ഇത് എന്ന് വളരെ വ്യക്തമായി കൊണ്ട് മലക്കുകൾ അവർ ഉപദേശിക്കാറുണ്ടായിരുന്നു എന്ന്. അപ്പൊ സഹോദരങ്ങളെ, ഹാറൂത്തും മാറൂത്തും സിഹിർ പഠിപ്പിച്ചത് അത് ഒരു പരീക്ഷണം എന്ന നിലക്കാണ്. പിന്നീട് യഹൂദികൾ ചെയ്തത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫയതഅല്ലമൂന മിൻഹുമാ മാ യഫർഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, എന്നാൽ മനുഷ്യന്റെയും അവന്റെ ഇണയുടെയും ഇടയിൽ, അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പിക്കുന്ന കാര്യം അവർ ആ രണ്ടാളിൽ നിന്നും പഠിച്ചിരുന്നു എന്ന. വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ ഒരാൾക്കും തന്നെ അതുകൊണ്ട് അവർ ഉപദ്രവം വരുത്തുന്നവരല്ല. അതായത് സിഹിർ കൊണ്ട് ആരെയെങ്കിലും ദ്രോഹിക്കുവാൻ ഈ മനുഷ്യന്മാർ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ വിധി കൊണ്ട്, അള്ളാഹുവിന്റെ വിധി ഈ വിഷയത്തിൽ ഉണ്ട് എങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം, അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വയതഅല്ലമൂന മാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്ക് ഉപദ്രവം വരുത്തുകയും അവർക്ക് ഉപകാരം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന കാര്യമാണ് അവർ പഠിക്കുന്നത്. ഈ സിഹിർ കൊണ്ട് പല ഗുണങ്ങളും സമ്പാദിക്കാൻ കഴിയുമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് ലഭിക്കുന്നത് ഗുണമല്ല, മറിച്ച് വലിയ നഷ്ടമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ സമ്പാദിച്ചുണ്ടാക്കുന്നത്. വലഖദ് അലിമൂ ലമൻ ഇശ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, ഏതൊരുവൻ അത് വാങ്ങിയോ അവന് പരലോകത്ത് യാതൊരു ഓഹരിയുമില്ല എന്ന് തീർച്ചയായും അവരറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സഹോദരങ്ങളെ, ഈ യഹൂദികൾ അവർ ഈ സിഹിർ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയുമാണ് അവർ ചെയ്തത്. യാതൊന്നിനെ അവർ തങ്ങളുടെ സ്വന്തങ്ങളെ വിറ്റുവോ അത് വളരെ ചീത്ത തന്നെ, അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. അതായത് ഈ സിഹിർ പഠിക്കുകയും പഠിപ്പിക്കുകയും അത്
പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യന്മാർ അവർ അവരുടെ ആത്മാക്കളെ കൊണ്ട് നഷ്ടക്കച്ചവടം നടത്തിയവരാണ്. ഈ കച്ചവടത്തിൽ അവർക്ക് പകരം ലഭിച്ചത് ഒരാളുടെ ജീവിതത്തിൽ വെച്ച് ലഭിക്കാവുന്ന ഏറ്റവും നികൃഷ്ടമായ, വളരെ ചീത്തയായ അവിശ്വാസമാണ്, പച്ചയായ കുഫറാണ് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ പരലോകത്തിൽ വമ്പിച്ച ശിക്ഷയായിരിക്കും ഇത്തരം ആളുകൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടെ മൊത്തം 11 ക്ലാസ്സുകളിലായി വളരെ വിശദമായി തന്നെ ഈ ആയത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ഈ ആയത്തിന്റെ തജ്വീദോട് കൂടിയുള്ള പാരായണമാണ് പഠിക്കാനുള്ളത്. മറ്റ് ആയത്തുകളെ അപേക്ഷിച്ച് ഈ ആയത്ത് അല്പം ദൈർഘ്യമുള്ളത് കൊണ്ട് ഈ ആയത്തിന്റെ തജ്വീദ് ക്ലാസ് ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം അയച്ചു തന്ന ഈ ആയത്തിന്റെ പാരായണം അത് അടുത്ത ക്ലാസ്സിൽ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അതിൽ അടിയുറച്ച് ജീവിക്കുവാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.